കളങ്കാവൽ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രം 8-9 മാസത്തെ കാത്തിരിപ്പിന് ശേഷം വരുന്ന ചിത്രത്തിന് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഹൈപ്പോ എന്നാൽ വലിയ പ്രൊമോഷനോ ഇല്ല. സിനിമയുടെ ആദ്യത്തെ അല്ലെങ്കിൽ പുത്തൻ അപ്ഡേറ്റ് വന്നിരിക്കുന്നു. വേറെ ഒന്നുമല്ല, സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് കേരളത്തിൽ തുടങ്ങുകയാണ്. നാളെ ഡിസംബർ 1-ാം തീയതി 11-11 അതായത് 1-11-11 എന്നുള്ള ആ ഒരു മാന്ത്രിക സംഖ്യയാണ് അവർ മനസ്സിൽ കാണുന്നത്. 1-ാം തീയതി 11-11 സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുമ്പോൾ എങ്ങനെയായിരിക്കാം ജനങ്ങൾ ഈ ഒരു സിനിമയെ സ്വീകരിക്കുന്നതിന് ഉള്ള മനസ്സ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ ഇങ്ങനെയുള്ള ലോ ബഡ്ജറ്റ് സിനിമകൾ നമുക്കറിയാം, അഭിനയത്തിന് പ്രാധാന്യമുള്ള സിനിമകളാണ്, അല്ലാതെ തട്ടുപൊളിപ്പൻ സിനിമകളോ അടിച്ചുപൊളി സിനിമകളോ ഒന്നുമല്ല എന്നുള്ളത് കൃത്യമായി അറിയാം. ഇവിടെ മമ്മൂട്ടി എന്ന നടൻ്റെ പെർഫോമൻസ് ഓറിയൻറ്റഡ്, അതേപോലെ തന്നെ വിനായകനമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കോംബോ ആണ് ഈ ഒരു സിനിമയിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഒപ്പം മികച്ച ഒരു സിനിമ എന്നുള്ള ആ ഒരു ഇഷ്ടവും നമുക്ക് ഈ ഒരു സിനിമയോടെ ഉണ്ട് എന്നറിയാം. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് എങ്ങനെയാണ് മലയാളികൾ വരവേൽക്കുന്നതെന്ന് നാളെ മുതൽ നമുക്ക് കാണാൻ കഴിയുന്നു. 100 കോടിയും 200 കോടിക്കും ഒന്നുമല്ല ഈ ഒരു സിനിമ പ്രതീക്ഷിക്കുന്നത്. എന്താണേലും ആളുകളുടെ മനസ്സിൽ എല്ലാവർക്കും സൂപ്പർ എന്ന് പറയുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്നുള്ളത് ഉറപ്പിക്കാമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്താണേലും മമ്മൂട്ടിയുടെ മികച്ച പ്രകടനങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതും, പക്ഷേ പ്രമോഷൻ്റെ കാര്യത്തിൽ വളരെ അധികം ലോയിൽ തന്നെയാണ് ഈ സിനിമ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ഇന്നലെയുമൊക്കെ ആയിട്ടാണ് മമ്മൂട്ടിയുടെ കുറച്ച് അഭിമുഖങ്ങൾ തന്നെ പുറത്തു വരുന്നത്. അത് തന്നെ മമ്മൂട്ടി കമ്പനിയുടെ ചാനലിൽ മാത്രമായി വരുന്നു. വലിയ രീതിയിലുള്ള പബ്ലിസിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. അതിനകത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കില്ല, പക്ഷേ ഇത് നല്ലൊരു സിനിമയായിരിക്കുമെന്നുള്ള സൂചനയും അദ്ദേഹം നൽകുകയും ചെയ്യുന്നു. എന്താണേലും ഇതുവരെ മമ്മൂട്ടി ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രം എന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് അദ്ദേഹം തന്നെ പറയുന്നു. ഒപ്പം ഇങ്ങനെയുള്ള സിനിമകൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടാകാം എന്നുള്ള രീതിയിലും അദ്ദേഹം പറയുന്നു. അപ്പോൾ വലിയ പ്രതീക്ഷകളും വലിയ കാര്യങ്ങളൊന്നുമല്ല എല്ലാവർക്കും ഉള്ളത്. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാം, മമ്മൂട്ടിയാണോ അത് അതിഗംഭീര പെർഫോമൻസ് ആയിരിക്കും. ആ ഒരു പ്രതീക്ഷ 100 അല്ല 1000% നമുക്ക് ഉറപ്പിക്കാവുന്നത് തന്നെയാണ്. എന്താണേലും ഈ ഒരു സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നാളുകൾക്ക് മുമ്പ് തന്നെ വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ടിക്കറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു. ഇതിനിടയിൽ കുറച്ച് ഇഷ്യൂസ്, അതായത് 27-ാം തീയതി റിലീസ് ചെയ്യുമെന്നുണ്ടായിരുന്നു. അത് മാറ്റിയപ്പോൾ തന്നെ സിനിമയ്ക്ക് അതൊരു നെഗറ്റീവായി ബാധിക്കുകയും പിന്നീട് 5-ാം തീയതി ആയി കഴിഞ്ഞപ്പോൾ പയ്യെ അത് പിക്ക് ചെയ്ത് വരുന്ന ഒരു കാര്യവും നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും നിങ്ങൾ ഈ ഒരു കളങ്കാവൽ എന്ന ചിത്രം കാണാൻ കാത്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും കമൻസോട് വരാം. മമ്മൂട്ടി ആരാധകരോട് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുണ്ട്. സോഷ്യൽ മീഡിയയിൽ മാത്രം നിങ്ങൾ ഒതുങ്ങിക്കൂടാതെ തിയേറ്ററിലും ടിക്കറ്റ് എടുത്ത് കാണുക എന്നുള്ളതാണ്. പലപ്പോഴായി, അല്ലെങ്കിൽ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം, ഏറ്റവും നല്ല സിനിമകൾ കഴിഞ്ഞ 5 വർഷം നൽകിയിട്ടുള്ളത് മമ്മൂട്ടി തന്നെയാണ്, വേറെ ഒരു നടനുമല്ല. പക്ഷേ ഏറ്റവും കുറഞ്ഞ കളക്ഷൻ വന്നതും മമ്മൂട്ടിക്ക് തന്നെയാണ് മികച്ച സിനിമകൾക്ക്. നമ്മുടെ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്തതാണ്.